ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം അൽ അസീസിയ, ലിബിയ. ലിബിയയിലുള്ള അൽ അസീസിയാണ് ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം വത്തിക്കാൻ. ഏറ്റവും വലിയ അമേരിക്കൻ സംസ്ഥാനം അലാസ്ക. അലാസ്കയാണ് ഏറ്റവും വലിയ അമേരിക്കൻ സംസ്ഥാനം. ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? ആമസോൺ മഴക്കാടുകൾ. ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ കടൽ തീരം ഏതാണ്? കോക്സ് ബസാർ. ബംഗ്ലാദേശിലുള്ള കോക്സ് ബസാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽ തീരം. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം പാകിസ്ഥാൻ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം പാകിസ്ഥാൻ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത് കൊറിയ. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത് കൊറിയ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാത ഏതാണ്? ട്രാൻസ് സൈബീരിയൻ റെയിൽവേ. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാത. ആദ്യ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഗ്രീസ്. ആദ്യ ഒളിമ്പിക്സ് നടന്നത് ഗ്രീസ്. ആദ്യ ഒളിമ്പിക്സ് നടന്ന വർഷം BC 776. BC 776 ആദ്യ ഒളിമ്പിക്സ് നടന്നത്. ഉത്തരമീമാംസയുടെ ഉപജ്ഞാതാവ് ബാദരായണൻ. ഉത്തരമീമാംസയുടെ ഉപജ്ഞാതാവ് ബാദരായണൻ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം 1918. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം 1918. ഏറ്റവും കൂടുതൽ സമയമേഖലകൾ ഉള്ള രാജ്യം റഷ്യ. ഏറ്റവും കൂടുതൽ സമയമേഖലകൾ ഉള്ള രാജ്യം റഷ്യ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. ചൈനയിലെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നത് എന്ത്? ബോക്സർ സായുധ വിപ്ലവം. ബോക്സർ സായുധ വിപ്ലവമാണ് ചൈനയിലെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നത്. അനശ്വര നഗരം എന്നറിയപ്പെടുന്നത് റോം. അനശ്വര നഗരം എന്നറിയപ്പെടുന്നത് റോം. എത്യോപ്യയുടെ പഴയ പേര് എന്തായിരുന്നു? അബിസീനിയ. അബിസീനിയ എന്നതായിരുന്നു എത്യോപ്യയുടെ പഴയ പേര്. ഏറ്റവും വലിയ ചെവിയുള്ള സസ്തനി ഏതാണ്? ആഫ്രിക്കൻ ആന. ഏറ്റവും വലിയ ചെവിയുള്ള സസ്തനി ആഫ്രിക്കൻ ആന. ഗ്രീക്ക് മഹാകവിയായ ഹോമറുടെ രണ്ട് പ്രധാന കൃതികൾ ഏതെല്ലാം? ഒഡീസി, ഇലിയഡ്. ഒഡീസിയും ഇലിയഡുമാണ് ഗ്രീക്ക് മഹാകവിയായ ഹോമറുടെ രണ്ട് പ്രധാന കൃതികൾ. റോമിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? അഗസ്റ്റർ സീസറിൻ്റെ. അഗസ്റ്റർ സീസറിൻ്റെ ഭരണകാലമാണ് റോമിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത്. ഗ്രീസിൽ ജനകീയ ഭരണത്തിന് തുടക്കം ഇട്ടത് ആര്? ഡ്രോക്കോ. ഗ്രീസിൽ ജനകീയ ഭരണത്തിന് തുടക്കമിട്ടത് ഡ്രോക്കോ. ചൈനയുടെ പഴയ പേര് എന്ത്? കാതായ്. ചൈനയുടെ പഴയ പേര് കാതായ്. ജപ്പാൻ്റെ പഴയ പേര് നിപ്പോൺ. നിപ്പോൺ എന്നാണ് ജപ്പാൻ്റെ പഴയ പേര്. ഇറാൻ്റെ പഴയ പേര് പേർഷ്യ. ഇറാൻ്റെ പഴയ പേര് പേർഷ്യ.
ഇറാഖിൻ്റെ പഴയ പേര് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയ എന്നതാണ് ഇറാഖിൻ്റെ പഴയ പേര്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിലെ ഭരണാധികാരി ആരായിരുന്നു? നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിലെ ഭരണാധികാരി നെപ്പോളിയൻ. ബാബിലോണിയയിലെ തൂങ്ങുന്ന പൂന്തോട്ടം നിർമ്മിച്ചത് ആരാണ്? നെബൂഖദ് നേസർ. ബാബിലോണിയയിലെ തൂങ്ങുന്ന പൂന്തോട്ടം നിർമ്മിച്ചത് നെബൂഖദ് നേസർ. കൽക്കരി നദി എന്നറിയപ്പെടുന്ന നദി? കൻവ. കൽക്കരി നദി എന്നറിയപ്പെടുന്ന നദി കൻവ. ഇംപീച്ച് ചെയ്ത് പുറത്താക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? ആൻഡ്രൂ ജോൺസ്. ഇംപീച്ച് ചെയ്ത് പുറത്താക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസ്. കാറ്റിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കൻ നഗരം? ചിക്കാഗോ. കാറ്റിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കൻ നഗരം ചിക്കാഗോ. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്? സൻ യാത്-സെൻ. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് സൻ യാത്-സെൻ. സ്വർണ്ണവാതിൽ നഗരം എന്നറിയപ്പെടുന്ന നഗരം? സാൻ ഫ്രാൻസിസ്കോ. സ്വർണ്ണവാതിൽ നഗരം എന്നറിയപ്പെടുന്ന നഗരം സാൻ ഫ്രാൻസിസ്കോ. ഫ്രാൻസിനെയും ഇറ്റലിയെയും വേർതിരിക്കുന്ന മലനിര ഏതാണ്? ആൽപ്സ്. ഫ്രാൻസിനെയും ഇറ്റലിയെയും വേർതിരിക്കുന്ന മലനിര ആൽപ്സ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? കിളിമഞ്ചാരോ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ. യൂറോപ്പിൻ്റെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം? തുർക്കി. യൂറോപ്പിൻ്റെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ഇറ്റലി. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം? 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969. ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലൊസൈൻ, സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലുള്ള ലൊസൈനിലാണ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മുസോളിനി. മുസോളിനിയാണ് ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്. കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദി? മക്കൻസി. കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദി മക്കൻസി. ഒളിമ്പിക്സ് ബാഡ്മിൻ്റണിൽ ആദ്യ മെഡൽ നേടിയ ഇന്ത്യൻ താരം? സൈന നെഹ്വാൾ. ഒളിമ്പിക്സ് ബാഡ്മിൻ്റണിൽ ആദ്യ മെഡൽ നേടിയ ഇന്ത്യൻ താരം സൈന നെഹ്വാൾ. ഏത് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത്. അത് ഹോക്കിയിലായിരുന്നു. ശ്രീലങ്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മഹാബലി ഗംഗ. ശ്രീലങ്കയിലെ ഏറ്റവും നീളം കൂടിയ നദി മഹാബലി ഗംഗ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന വസ്തു? കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന വസ്തു കുരുമുളക്. വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് ലാസ. വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് ലാസ. ഏറ്റവും അധികം വ്യാപ്തിയുള്ള വെള്ളച്ചാട്ടം? നയാഗ്ര. ഏറ്റവും അധികം വ്യാപ്തിയുള്ള വെള്ളച്ചാട്ടം നയാഗ്ര. തല കുത്തി മറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവി ഏതാണ്? ഹൈഡ്ര. തല കുത്തി മറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവി ഹൈഡ്ര. കഥകളിയുടെ ലിഖിത സാഹിത്യ രൂപം? ആട്ടക്കഥ. കഥകളിയുടെ ലിഖിത സാഹിത്യ രൂപം ആട്ടക്കഥ. ഞണ്ടുകൾ ഇല്ലാത്ത സമുദ്രം ഏത്? അന്റാർട്ടിക്ക. ഞണ്ടുകൾ ഇല്ലാത്ത സമുദ്രം അന്റാർട്ടിക്ക. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം? മുള. മുളയാണ് പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം. ജ്ഞാനപ്പാന എഴുതിയത് ആര്?
പൂന്താനം. പൂന്താനം ആണ് ജ്ഞാനപ്പാന എഴുതിയത്. ഏതു വഴിയാണ് മുണ്ടുനീര് പകരുന്നത്? വായുവിലൂടെ. വായുവിലൂടെയാണ് മുണ്ടുനീര് പകരുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോർട്ട. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. പ്രഥമ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് പ്രഥമ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദ്. ബാഗ്ദാദാണ് ഇറാഖിൻ്റെ തലസ്ഥാനം. വാഗൺ ട്രാജഡി സംഭവിച്ച വർഷം ഏത്? 1921. വാഗൺ ട്രാജഡി സംഭവിച്ച വർഷം 1921. ആലപ്പുഴ തുറമുഖം നിർമ്മിച്ചത് ആര്? രാജാ കേശവദാസൻ. രാജാ കേശവദാസനാണ് ആലപ്പുഴ തുറമുഖം നിർമ്മിച്ചത്. കൂടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജവെമ്പാല. കൂടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജവെമ്പാല. പല്ലവ രാജാക്കന്മാരുടെ രാജധാനി ഏതാണ്? കാഞ്ചീപുരം. പല്ലവ രാജാക്കന്മാരുടെ രാജധാനി കാഞ്ചീപുരം. കയർ ആരുടെ നോവലാണ്? തകഴി. തകഴിയുടെ നോവലാണ് കയർ. ചന്ദ്രഗിരി പുഴ ഏതു ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി പുഴ സ്ഥിതി ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത മദർ തെരേസ. ജവഹർലാൽ നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത മദർ തെരേസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം വൂളാർ. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു. എമറാൾഡ് ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡ്. എമറാൾഡ് ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡ്. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജന്തു ആമ. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജന്തു ആമ. ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹം ഏത്? ശുക്രൻ. ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹം ശുക്രൻ. സർ ചക്രവർത്തി ഭരിച്ചിരുന്ന രാജ്യം റഷ്യ. റഷ്യയാണ് സർ ചക്രവർത്തി ഭരിച്ചിരുന്ന രാജ്യം. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. മാമാങ്കം നടന്നിരുന്ന സ്ഥലം തിരുനാവായ. മാമാങ്കം നടന്നിരുന്ന സ്ഥലം തിരുനാവായ. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക്. റഷ്യയുടെ കറൻസി ഏത്? റൂബിൾ. റൂബിളാണ് റഷ്യയുടെ കറൻസി. കാനഡയുടെ ദേശീയ മൃഗം ബീവർ. കാനഡയുടെ ദേശീയ മൃഗം ബീവർ. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ തമിഴ്. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ തമിഴ്. സതി നിർത്തലാക്കിയ വർഷം 1829. സതി നിർത്തലാക്കിയ വർഷം 1829. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ശുക്രൻ. കരയുന്ന മരം എന്നറിയപ്പെടുന്നത് റബ്ബർ. റബ്ബറാണ് കരയുന്ന മരം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല ഏതാണ്? കോന്നി. കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല കോന്നി. ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ.
ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. പള്ളിവാസൽ പ്രൊജക്റ്റ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരമ്പുഴ. പള്ളിവാസൽ പ്രൊജക്റ്റ് ഏതു നദിയിലാണ്? മുതിരമ്പുഴ. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ഓസ്റ്റിയോളജി. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ഓസ്റ്റിയോളജി. ഏത് നദിയുടെ തീരത്താണ് ലക്നൗ നഗരം? ഗോമതി. ഗോമതി നദിയുടെ തീരത്താണ് ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത്. അമർകണ്ടക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നർമ്മദ. അമർകണ്ടക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നർമ്മദ. ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി. ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രം. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിൻഡൻ സർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സർഫ്. നാഷണൽ പഞ്ചായത്ത് ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? നേപ്പാൾ. നേപ്പാളിൻ്റെ പാർലമെൻറ്റാണ് നാഷണൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. വാൾട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആര്? CV രാമൻപിള്ള. വാൾട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ള. 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവ. 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. വിലാസിനി എന്നത് ആരുടെ തൂലിക നാമമാണ്? MK മേനോൻ. വിലാസിനി എന്നത് ആരുടെ തൂലിക നാമമാണ്? MK മേനോൻ. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യത്തെ രാജ്യം നെതർലാൻഡ്. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യത്തെ രാജ്യം നെതർലാൻഡ്. ഓറഞ്ച് ഏതു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്? ദക്ഷിണാഫ്രിക്ക. ഓറഞ്ച് ഏതു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്? ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. പോലീസ് സേന ആദ്യമായി നിലവിൽ വന്നത് ഏത് രാജ്യത്താണ്? ബ്രിട്ടൻ. ബ്രിട്ടനിലാണ് പോലീസ് സേന ആദ്യമായി നിലവിൽ വന്നത്. സണ്ണി ഡേയ്സ് ആരുടെ ആത്മകഥയാണ്? സുനിൽ ഗവാസ്കർ. സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന. വിയന്നയാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുടെ ആസ്ഥാനം. ഒറൈസ സറ്റൈവ എന്നത് ഏത് ചെടിയുടെ ശാസ്ത്രനാമമാണ്? നെല്ല്. നെല്ലിൻ്റെ ശാസ്ത്രനാമമാണ് ഒറൈസ സറ്റൈവ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യാവയവം പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യാവയവം പാൻക്രിയാസ്. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് ആര്? സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് സിക്കന്ദർ ലോധി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡ.
ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? റോബർട്ട് വാൾപോൾ. ബ്രിട്ടനിലെ ആദ്യ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 22. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 22. ഭാരതരത്ന നേടിയ ആദ്യ ചലച്ചിത്ര താരം MG രാമചന്ദ്രൻ. ഭാരതരത്നം നേടിയ ആദ്യ ചലച്ചിത്ര താരം MG രാമചന്ദ്രൻ. ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ സിനിമ ഏതാണ്? ഷോലെ. ഷോലെയാണ് ഇന്ത്യയിലെ ആദ്യ 70mm ഫീച്ചർ സിനിമ. ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം 1959. ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം 1959. ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മി. ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മി. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെ? മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. പുലിറ്റ്സർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ജുംബ ലാഹിരി. ജുംബ ലാഹിരിയാണ് പുലിറ്റ്സർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ N കൃഷ്ണപിള്ള. കേരള ഇബ്സൺ എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ N കൃഷ്ണപിള്ള. പരമവീര ചക്രം നേടിയ ആദ്യ വ്യക്തി മേജർ സോമനാഥ് ശർമ്മ. പരമവീര ചക്രം നേടിയ ആദ്യ വ്യക്തി മേജർ സോമനാഥ് ശർമ്മ. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ഭാനു അദയ്യ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ഭാനു അദയ്യ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസഭാംഗമായ വ്യക്തി KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസഭാംഗമായ വ്യക്തി. 84-ാം വയസ്സിൽ MPhil നേടി ഗിന്നസ് ബുക്കിൽ പ്രവേശിച്ച മലയാളി TB സ്വാമിനാഥൻ. 84-ാം വയസ്സിൽ MPhil നേടി ഗിന്നസ് ബുക്കിൽ പ്രവേശിച്ച മലയാളി TB സ്വാമിനാഥൻ. ഓടക്കുഴൽ അവാർഡ് നേടിയ റെയിൻഡിയർ എന്ന കൃതിയുടെ രചയിതാവ് ചന്ദ്രമതി. ഓടക്കുഴൽ അവാർഡ് നേടിയ റെയിൻഡിയർ എന്ന കൃതിയുടെ രചയിതാവ് ചന്ദ്രമതി. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ ഏക വനിത ആനി മസ്ക്രി. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ ഏക വനിത ആനി മസ്ക്രി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക US പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക US പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന കീടം ടെർമൈറ്റ് ക്വീൻ. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന കീടം ടെർമൈറ്റ് ക്വീൻ. ലോകത്തിൽ ആദ്യമായി ഓട്ടോമൊബൈൽ നിർമ്മിച്ചത് കാൾ ബെൻസ്. ലോകത്തിൽ ആദ്യമായി ഓട്ടോമൊബൈൽ നിർമ്മിച്ചത് കാൾ ബെൻസ്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. 1857 മഹത്തായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ഏത് പേരിലാണ് വിളിച്ചത്? ശിപ്പായി ലഹള.
1857 മഹത്തായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ഏത് പേരിലാണ് വിളിച്ചത്? ശിപ്പായി ലഹള. ശരീരത്തിന് ആവശ്യമായ പ്രതിദ്രവ്യങ്ങൾ അഥവാ ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നത് ലിംഫോസൈറ്റുകൾ. ശരീരത്തിന് ആവശ്യമായ പ്രതിദ്രവ്യങ്ങൾ അഥവാ ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നത് ലിംഫോസൈറ്റുകൾ. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? ഡോക്ടർ BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ BR അംബേദ്കർ. യങ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് വാരികയുടെ പത്രാധിപർ ആരായിരുന്നു? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് യങ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് വാരികയുടെ പത്രാധിപർ. ബാണഭട്ടൻ ജീവിച്ചിരുന്നത് ആരുടെ കാലത്താണ്? ഹർഷവർദ്ധൻ. ബാണഭട്ടൻ ജീവിച്ചിരുന്നത് ആരുടെ കാലത്താണ്? ഹർഷവർദ്ധൻ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഗവർണർ സ്ഥാനം വഹിച്ച 3 വനിതകൾ? ജ്യോതി വെങ്കടാചലം, രാംദുലാരി സിൻഹ, ഷീല ദീക്ഷിത്. കേരളത്തിൽ ഗവർണർ സ്ഥാനം വഹിച്ച 3 വനിതകൾ ജ്യോതി വെങ്കടാചലം, രാംദുലാരി സിൻഹ, ഷീല ദീക്ഷിത്. ബംഗാളിൽ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. രഘുവംശം എന്ന കാവ്യം എഴുതിയത് കാളിദാസൻ. രഘുവംശം എന്ന കാവ്യം എഴുതിയത് കാളിദാസൻ. നാടകത്തിൻ്റെ കാണാപ്പുറങ്ങൾ ആരുടെ ആത്മകഥയാണ്? CL ജോസ്. നാടകത്തിൻ്റെ കാണാപ്പുറങ്ങൾ ആരുടെ ആത്മകഥയാണ്? CL ജോസ്. കൊച്ചു സീത ആരുടെ ഖണ്ഡകാവ്യമാണ്? വള്ളത്തോൾ നാരായണമേനോൻ. കൊച്ചു സീത ആരുടെ ഖണ്ഡകാവ്യമാണ്? വള്ളത്തോൾ നാരായണമേനോൻ. കൊച്ചിയിലെ ഇൻഡോർ സ്റ്റേഡിയം ആരുടെ പേരിലാണ്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ പേരിലാണ് കൊച്ചിയിലെ ഇൻഡോർ സ്റ്റേഡിയം അറിയപ്പെടുന്നത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം? ഹോർത്തൂസ് മലബാരിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാരിക്കസ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുഗാനം എഴുതിയത് ഇരയിമ്മൻ തമ്പി. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുഗാനം എഴുതിയത് ഇരയിമ്മൻ തമ്പി. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല? വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള കേരളത്തിലെ ജില്ല? എറണാകുളം. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള കേരളത്തിലെ ജില്ല എറണാകുളം. കേരളത്തിലെ സിംഫണി എന്ന് വിശേഷിക്കപ്പെടുന്ന വാദ്യസംഗീതം? ചെണ്ടമേളം. ചെണ്ടമേളമാണ് കേരളത്തിൻ്റെ സിംഫണി എന്ന് വിശേഷിക്കപ്പെടുന്ന വാദ്യസംഗീതം. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ആലപ്പുഴ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കേരളത്തിൽ തീവണ്ടിപ്പാതകൾ ഇല്ലാത്ത 2 ജില്ലകൾ? വയനാട്, ഇടുക്കി. കേരളത്തിൽ തീവണ്ടിപ്പാതകൾ ഇല്ലാത്ത 2 ജില്ലകൾ? വയനാട്, ഇടുക്കി. കേരളത്തിൽ ആദ്യമായി സ്പീഡ് പോസ്റ്റ് കേന്ദ്രം ആരംഭിച്ചത്? എറണാകുളം. കേരളത്തിൽ ആദ്യമായി സ്പീഡ് പോസ്റ്റ് കേന്ദ്രം ആരംഭിച്ചത് എറണാകുളം. വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏത്? ബെൽഗ്രേഡ്. വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ബെൽഗ്രേഡ്. പ്രകീർണനത്തിൽ ഏറ്റവും വ്യതിയാനം സംഭവിക്കുന്ന നിറം? വയലറ്റ്. പ്രകീർണനത്തിൽ ഏറ്റവും വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷം? 1837. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1837.
7 തവണ ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായത് ആര്? അണ്ടിയോട്ടി. അണ്ടിയോട്ടിയാണ് 7 തവണയും ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായത്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പുറത്തിറക്കി? 1947 നവംബർ 21. 1947 നവംബർ 21 സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന പക്ഷി? ഹമ്മിങ് ബേർഡ്. പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന പക്ഷി ഹമ്മിങ് ബേർഡ്. എന്തിൻ്റെ അഭാവത്തിലാണ് പ്രമേഹമുണ്ടാകുന്നത്? ഇൻസുലിൻ. ഇൻസുലിൻ്റെ അഭാവത്തിലാണ് പ്രമേഹമുണ്ടാകുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? തൃശ്ശൂർ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യ മലയാളി? ഡോക്ടർ ജോൺ മത്തായി. കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. അറ്റോമിക് ടൈം ക്ലോക്ക് ആവിഷ്കരിച്ചത് ആര്? വില്ലാർഡ് എഫ് ലിബി. അറ്റോമിക് ടൈം ക്ലോക്ക് ആവിഷ്കരിച്ചത് വില്ലാർഡ് എഫ് ലിബി. ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിൽ? 1526 പാനിപ്പട്ട് യുദ്ധത്തിൽ. 1526 പാനിപ്പട്ട് യുദ്ധത്തിലാണ് ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തിയത്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ബാബർ. ബാബറാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ഏത്? 326 BC. അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം 326 BC. ദേവാനാം പ്രിയ എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ ചക്രവർത്തി? അശോക ചക്രവർത്തി. ദേവാനാം പ്രിയ എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ ചക്രവർത്തി അശോക ചക്രവർത്തി. ചാണക്യൻ്റെ യഥാർത്ഥ പേര്? വിഷ്ണുഗുപ്തൻ. വിഷ്ണുഗുപ്തൻ എന്നതാണ് ചാണക്യൻ്റെ യഥാർത്ഥ പേര്. ശിലാദിത്യൻ എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? ഹർഷൻ. ശിലാദിത്യൻ എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരി ഹർഷൻ. ഹർഷസദസ്സിലെ കവിമുഖ്യൻ ആരായിരുന്നു? ബാണഭട്ടൻ. ഹർഷസദസ്സിലെ കവിമുഖ്യൻ ബാണഭട്ടൻ. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത്? 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഹിന്ദ് സ്വരാജ് ആരുടെ കൃതിയാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ കൃതിയാണ് ഹിന്ദ് സ്വരാജ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത്? CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് CR ദാസ്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. കഥക് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ നൃത്തരൂപമാണ് കഥക്. മൃണാളിനി സാരാഭായ് ഏത് രംഗത്താണ് പ്രശസ്ത? ഭരതനാട്യം. മൃണാളിനി സാരാഭായ് ഏത് രംഗത്താണ് പ്രശസ്ത? ഭരതനാട്യം. ഖാദി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബംഗാൾ. ഖാദി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബംഗാൾ. 7 മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? റോം. 7 മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോം. പാമ്പുകൾ ഇല്ലാത്ത ലോകത്തിലെ ഏക രാജ്യം ഏത്? അയർലൻഡ്. പാമ്പുകൾ ഇല്ലാത്ത ലോകത്തിലെ ഏക രാജ്യം അയർലൻഡ്. ശ്രീബുദ്ധൻ തൻ്റെ പ്രഭാഷണം നടത്തിയിരുന്നത് ഏത് ഭാഷയിലാണ്? പാലി. ശ്രീബുദ്ധൻ തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് പാലി ഭാഷയിലാണ്. ഭൂമിയുടെ കാന്തിക ശക്തി കൊണ്ട് വഴിയറിയുന്ന ജീവി? ഒച്ച്. ഭൂമിയുടെ കാന്തിക ശക്തി കൊണ്ട് വഴിയറിയുന്ന ജീവി ഒച്ച്. വെള്ളം കുടിക്കാത്ത ജന്തു ഏത്? കോയില.
വെള്ളം കുടിക്കാത്ത ജന്തു കോയില. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ പ്രാമാണികമായ വ്യാകരണ ഗ്രന്ഥം കേരള പാണിനീയം. കേരള പാണിനീയമാണ് മലയാളത്തിലെ പ്രാമാണികമായ വ്യാകരണ ഗ്രന്ഥം. കേശവീയത്തിൻ്റെ രചയിതാവ് ആര്? കെ.സി. കേശവപിള്ള. കേശവീയത്തിൻ്റെ രചയിതാവ് കെ.സി. കേശവപിള്ള. ദ്വിതീയാക്ഷരപ്രാസം വേണം എന്ന് വാദിച്ചവരിൽ പ്രമുഖൻ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ദ്വിതീയാക്ഷരപ്രാസം വേണം എന്ന് വാദിച്ചവരിൽ പ്രമുഖൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഏറ്റവും ദൈർഘ്യമുള്ള ഇതിഹാസം മഹാഭാരതം. ഏറ്റവും ദൈർഘ്യമുള്ള ഇതിഹാസം മഹാഭാരതം. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കലാരൂപം നൃത്തം. നൃത്തമാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യ കലാരൂപം. എഴുതുന്നതിന് മുൻപ് പുതിയ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന കവി ഷെല്ലി. എഴുതുന്നതിന് മുൻപ് പുതിയ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന കവി ഷെല്ലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. 3 വൻകരകളുടെ സംഗമസ്ഥാനമായ ദ്വീപ് ഏത്? സൈപ്രസ്. 3 വൻകരകളുടെ സംഗമസ്ഥാനമായ ദ്വീപ് സൈപ്രസ്. യു ആർ ബോൺ ടു ബ്ലോസം ആരുടെ പുസ്തകമാണ്? APJ അബ്ദുൽ കലാം. യു ആർ ബോൺ ടു ബ്ലോസം ആരുടെ പുസ്തകമാണ്? APJ അബ്ദുൽ കലാം. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? വാജ്പേയി. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി. പഞ്ചാബിനെ പെൻഡാപെറ്റാമിയ എന്ന് വിളിച്ചത് ആര്? അലക്സാണ്ടർ. പഞ്ചാബിനെ പെൻഡാപെറ്റാമിയ എന്ന് വിളിച്ചത് അലക്സാണ്ടർ. പാറ്റ്ന സിറ്റിയുടെ പഴയ പേര് എന്താണ്? പാടലിപുത്രം. പാറ്റ്ന സിറ്റിയുടെ പഴയ പേര് പാടലിപുത്രം. ആരുടെ ആത്മകഥയാണ് ഞാൻ? NN പിള്ള. NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുതിയത് ആര്? സച്ചിദാനന്ദൻ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുതിയത് സച്ചിദാനന്ദൻ. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മഹാദേവ് ദേശായി. റിസർവ് ബാങ്ക് രൂപം കൊണ്ട വർഷം ഏത്? 1935. റിസർവ് ബാങ്ക് രൂപം കൊണ്ട വർഷം 1935. ഇന്ത്യൻ ഭാഷകളെക്കുറിച്ചുള്ള ആദ്യത്തെ സർവേ തയ്യാറാക്കിയത് ആര്? സർ ജോർജ് ഗ്രിയർസൺ. ഇന്ത്യൻ ഭാഷകളെക്കുറിച്ചുള്ള ആദ്യത്തെ സർവേ തയ്യാറാക്കിയത് സർ ജോർജ് ഗ്രിയർസൺ. ദേവൻ തങ്കൾ എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ദേവൻ തങ്കൾ എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഓൾ ഇന്ത്യ റേഡിയോ സ്ഥാപിച്ച വർഷം 1936. 1936 ഓൾ ഇന്ത്യ റേഡിയോ സ്ഥാപിതമായത്. കാക്കറപ്പാറ ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് കാക്കറപ്പാറ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഫലങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാംഗോസ്റ്റീൻ. ഫലങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാംഗോസ്റ്റീൻ. ഹെലികോപ്റ്റർ ബേർഡ് എന്നറിയപ്പെടുന്നത് ആകാശക്കുരുവി. ഹെലികോപ്റ്റർ ബേർഡ് എന്നറിയപ്പെടുന്നത് ആകാശക്കുരുവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിര.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിര. രൂപാന്തരണം പ്രകടിപ്പിക്കുന്ന നട്ടെല്ലുള്ള ജീവി ഏത്? തവള. രൂപാന്തരണം പ്രകടിപ്പിക്കുന്ന നട്ടെല്ലുള്ള ജീവി തവള. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം മെഡുല്ല ഒബ്ലോങ്കാറ്റ. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം മെഡുല്ല ഒബ്ലോങ്കാറ്റ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? വയനാട്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല വയനാട്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നവ ഏത്? ഹരിതസസ്യങ്ങൾ. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നവ ഹരിതസസ്യങ്ങൾ. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം ഉണ്ടായ വർഷം ഏത്? 1848. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധമുണ്ടായ വർഷം 1848. വിക്ടർ യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആര്? നാലപ്പാട്ട് നാരായണ മേനോൻ. നാലപ്പാട്ട് നാരായണ മേനോനാണ് വിക്ടർ യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത്. പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് ബഹ്റിൻ. പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് ബഹ്റിൻ. ഇന്ത്യക്ക് ആദ്യ ടെസ്റ്റ് വിജയം നേടിത്തന്ന ക്യാപ്റ്റൻ വിജയ് ഹസാരെ. ഇന്ത്യക്ക് ആദ്യ ടെസ്റ്റ് വിജയം നേടിത്തന്ന ക്യാപ്റ്റൻ വിജയ് ഹസാരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്ത് വട്ടവട. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വട്ടവട. ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത സ്പീക്കർ AC ജോസ്. ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത സ്പീക്കർ AC ജോസ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം ഏതാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1949. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കോവിലൻ. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലൻ. പ്രാചീന ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു രാജാവ് ആരായിരുന്നു? ഹർഷവർദ്ധൻ. പ്രാചീന ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു രാജാവ് ഹർഷവർദ്ധൻ. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. ഭൂ ഉടമകളാൽ നടത്തുന്ന ഭരണത്തെ എന്താണ് വിളിക്കുന്നത്? ടൈമോക്രസി. ഭൂ ഉടമകളാൽ നടത്തുന്ന ഭരണത്തെ വിളിക്കുന്നത് ടൈമോക്രസി. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ നിയമസഭാംഗം CG ജനാർദ്ദനൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ നിയമസഭാംഗം CG ജനാർദ്ദനൻ. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരെന്താണ്? നിള. ഭാരതപ്പുഴയുടെ മറ്റൊരു പേര് നിള. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാർ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് തിരുവനന്തപുരം. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ഏത്? ബാണാസുര സാഗർ. ബാണാസുര സാഗറാണ് കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട്. ഇന്ത്യയിൽ സിവിൽ സർവീസ് നടപ്പിലാക്കിയത് ആര്?
കോൺവാലീസ്. കോൺവാലീസ് പ്രഭുവാണ് ഇന്ത്യയിൽ സിവിൽ സർവീസ് നടപ്പിലാക്കിയത്. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആം ആദ്മി ബീമാ യോജന. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ആം ആദ്മി ബീമാ യോജന. ദക്ഷിണാഫ്രിക്കയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജിയെ അപമാനിച്ച് ഇറക്കിവിട്ടത്? ദക്ഷിണാഫ്രിക്കയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജിയെ അപമാനിച്ച് ഇറക്കിവിട്ടത്? പീറ്റർമാരിസ്ബർഗ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷമേത്? 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946. ഡോക്ടർ അംബേദ്കർ 1956 സ്വീകരിച്ച മതം? ബുദ്ധമതം. ഡോക്ടർ അംബേദ്കർ 1956 സ്വീകരിച്ച മതം ബുദ്ധമതം. അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ജോൺ റസ്കിൻ. ജോൺ റസ്കിനാണ് അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ്. ഇലാഹി കലണ്ടർ ആരംഭിച്ച മുഗൾ രാജാവ് ആരാണ്? അക്ബർ. ഇലാഹി കലണ്ടർ ആരംഭിച്ച മുഗൾ രാജാവ് അക്ബർ. 2012 ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ട്. 2012 ഒളിമ്പിക്സ് നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യയിലെ രാജവംശം ഏതാണ്? കുഷാനന്മാർ. ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യയിലെ രാജവംശം കുഷാനന്മാർ. ചിലപ്പതികാരത്തിൽ പ്രതിപാദിക്കുന്ന പാണ്ഡ്യ രാജാവ് ആരാണ്? നെടുംചേഴിയൻ. ചിലപ്പതികാരത്തിൽ പ്രതിപാദിക്കുന്ന പാണ്ഡ്യ രാജാവ് നെടുംചേഴിയൻ. ഏത് ലോക നഗരമാണ് ബിഗ് ഓറഞ്ച് എന്നറിയപ്പെടുന്നത്? ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസ് ആണ് ബിഗ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന നഗരം. കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം ഏതാണ്? സിൽവർ അയോഡൈഡ്. കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം ഏതാണ്? സിൽവർ അയോഡൈഡ്. അഷ്ടാധ്യായിയുടെ രചയിതാവ് ആരാണ്? പാണിനി. അഷ്ടാധ്യായിയുടെ രചയിതാവ് പാണിനി. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ്? റഷ്യ. കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം റഷ്യ. ഗുരു ഗോവിന്ദ് സിംഗിന് ശേഷം സിഖുകാരുടെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? ബാന്ദ ബഹദൂർ. ബാന്ദ ബഹദൂറാണ് ഗുരു ഗോവിന്ദ് സിംഗിന് ശേഷം സിഖുകാരുടെ നേതൃത്വം ഏറ്റെടുത്തത്. അക്ബർ ജനിച്ച വർഷമേത്? 1542. അക്ബർ ജനിച്ച വർഷം 1542. ചൗരി ചൗര സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരവുമായാണ് ചൗരി ചൗര സംഭവം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 1946 തേഫാഗ സമരത്തിന് വേദിയായ പ്രദേശമേത്? ബംഗാൾ. 1946 തേഫാഗ സമരത്തിന് വേദിയായ പ്രദേശം ബംഗാൾ. മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. മലബാറിൽ കർഷക സംഘം രൂപവത്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം ഏതാണ്? സ്വാമിത്തോപ്പ്. അയ്യ വൈകുണ്ഠർ
ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ്. അയ്യങ്കാളി അന്തരിച്ച വർഷം ഏതാണ്? 1941. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941. മാംസനിബന്ധമല്ല രാഗം എന്നുദ്ഘോഷിക്കുന്ന കുമാരനാശാൻ്റെ രചന ഏതാണ്? ലീല. മാംസനിബന്ധമല്ല രാഗം എന്നുദ്ഘോഷിക്കുന്ന കുമാരനാശാൻ്റെ രചന ലീല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അയിത്ത നിർമ്മാർജ്ജന പരിപാടിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അയിത്ത നിർമ്മാർജ്ജന പരിപാടിയുടെ അധ്യക്ഷൻ കെ കേളപ്പൻ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിൻ്റെ കണം ഇലക്ട്രോൺ. കായാതരൻ എന്ന ചലച്ചിത്രം NS മാധവൻ്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ്? വൻമരങ്ങൾ വീഴുമ്പോൾ. കായാതരൻ എന്ന ചലച്ചിത്രം NS മാധവൻ്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ്? വൻമരങ്ങൾ വീഴുമ്പോൾ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. മഹാനദി ആണ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയ സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? സി സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയ സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി സി സുബ്രഹ്മണ്യം. ഇൽത്തുമിഷ് ഏത് വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ്? അടിമ വംശം. ഇൽത്തുമിഷ് ഏത് വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ്? അടിമ വംശം. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് CR ദാസ്. എയ്ല ഷാപ്പേൽ സന്ധി പ്രകാരം അവസാനിച്ച യുദ്ധമേത്? ഒന്നാം കർണാട്ടിക് യുദ്ധം. എയ്ല ഷാപ്പേൽ സന്ധി പ്രകാരം അവസാനിച്ച യുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധം. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? CN കരുണാകരൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ CN കരുണാകരൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന രണ്ടാമത്തെ ജനകീയ സമരം ഏതായിരുന്നു? സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന രണ്ടാമത്തെ ജനകീയ സമരം സിവിൽ ആജ്ഞ ലംഘന പ്രസ്ഥാനം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ്. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹട്ടാവോ? അഞ്ചാം പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹട്ടാവോ? അഞ്ചാം പദ്ധതി. ഇന്ത്യൻ ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര്? AK ഗോപാലൻ. ഇന്ത്യൻ ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് AK ഗോപാലൻ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? ലാറ്ററൈറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ലാറ്ററൈറ്റ്. ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ഗാന്ധിജി 1930 ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി. സബർമതിയിൽ നിന്നാണ് ഗാന്ധിജി
1930 ദന്തി യാത്ര ആരംഭിച്ചത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895. അലിഗറിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗറിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സെയ്ദ് അഹമ്മദ് ഖാൻ. ചുടുനീരുറവകളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏത്? റഡോൺ. ചുടുനീരുറവകളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം റഡോൺ. ആരുടെ രചനയാണ് ലളിതോപകാരം കിളിപ്പാട്ട്? പണ്ഡിറ്റ് കറുപ്പൻ. ആരുടെ രചനയാണ് ലളിതോപകാരം കിളിപ്പാട്ട്? പണ്ഡിറ്റ് കറുപ്പൻ. ഇന്ത്യൻ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മുംബൈ. മുംബൈയിലാണ് ഇന്ത്യൻ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളം. ഹരിസേനൻ ആരുടെ കൊട്ടാരത്തിലെ പ്രമുഖനായിരുന്നു? സമുദ്രഗുപ്തൻ. ഹരിസേനൻ ആരുടെ കൊട്ടാരത്തിലെ പ്രമുഖനായിരുന്നു? സമുദ്രഗുപ്തൻ. ഡൽഹിയിലെ മതന്യായാധിപനായിരുന്ന വിദേശ സഞ്ചാരി ആര്? ഐബിൻ ബത്തൂത്ത. ഐബിൻ ബത്തൂത്തയാണ് ഡൽഹിയിലെ മതന്യായാധിപനായിരുന്ന വിദേശ സഞ്ചാരി. സൈനിക ചെലവ് വർദ്ധിപ്പിക്കാതെ തന്നെ വിപുലമായ ഒരു സൈന്യത്തെ നിലനിർത്താൻ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ സുൽത്താൻ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. സൈനിക ചെലവ് വർദ്ധിപ്പിക്കാതെ തന്നെ വിപുലമായൊരു സൈന്യത്തെ നിലനിർത്താൻ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയത് അലാവുദ്ദീൻ ഖിൽജി. ഹൊയ്സാലന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ദ്വാരസമുദ്രം. ഹൊയ്സാലന്മാരുടെ തലസ്ഥാനം ദ്വാരസമുദ്രം. പ്രഗത്ഭനായ സംഗീതജ്ഞനായിരുന്ന താൻസൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? മുഗൾ കാലഘട്ടത്തിൽ. മുഗൾ കാലഘട്ടത്തിലാണ് സംഗീതജ്ഞനായിരുന്ന താൻസൻ ജീവിച്ചിരുന്നത്. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം സി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത്? ഗോദാവരി. ഗോദാവരിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഗോവ. സംസ്ഥാനം മുഴുവനും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവ. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് എന്ന്? 1937. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? പൈതഗോറസ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈതഗോറസ്. 1961 വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ഗോവ. 1961 വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ പ്രദേശം ഗോവ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്ത്? നെഗറ്റീവ്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് നെഗറ്റീവ്. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏത്? നിയമലംഘന സമരം. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം
നിയമലംഘന സമരം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും അവസാന രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന. തെലുങ്കാനയാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാന രൂപം കൊണ്ട സംസ്ഥാനം. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞ. ഇന്ത്യയിലെ ആസൂത്രിത പർവ്വത നഗരം ഏതാണ്? ന്യൂ ബിലാസ്പൂർ. ഇന്ത്യയിലെ ആസൂത്രിത പർവ്വത നഗരം ന്യൂ ബിലാസ്പൂർ. ഇന്ത്യയിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. പോർച്ചുഗീസ് അധീനതയിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച വർഷം ഏതാണ്? 1961. പോർച്ചുഗീസ് അധീനതയിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച വർഷം 1961. അശോകനെ മഹാനായ രാജാവെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആര്? H.G. വെൽസ്. അശോകനെ മഹാനായ രാജാവെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ H.G. വെൽസ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കയർ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തു കൂടിയാണ് ചിനാബ് നദി കടന്നു പോകുന്നത്? ജമ്മു കാശ്മീർ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തു കൂടിയാണ് ചിനാബ് നദി കടന്നു പോകുന്നത്? ജമ്മു കാശ്മീർ. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ജീവിച്ചിരിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ട മുഗൾ രാജാവ് ആരാണ്? ഔറംഗസേബ്. ജീവിച്ചിരിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ട മുഗൾ രാജാവ് ഔറംഗസേബ്. ആസ്ടെക് സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? മെക്സിക്കോ. ആസ്ടെക് സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രം മെക്സിക്കോ. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശുചിത്വം. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശുചിത്വം. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി. ശെന്തുർണി വന്യജീവി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. ശെന്തുർണി വന്യജീവി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. അർജുന അവാർഡ് നേടിയ പ്രഥമ മലയാളി വനിത KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ പ്രഥമ മലയാളി വനിത KC ഏലമ്മ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? കൊൽക്കത്ത. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? കൊൽക്കത്ത. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടൽ മത്സ്യകൃഷി. മാരികൾച്ചർ എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കടൽ മത്സ്യകൃഷി. ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത മലയാള ചലച്ചിത്രം ഏത്? മതിലുകൾ. ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത മലയാള ചലച്ചിത്രം മതിലുകൾ. അന്തർദേശീയ നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എത്ര വർഷമാണ്? 9 വർഷം. അന്തർദേശീയ നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി 9 വർഷം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. സാരെ ജഹാം സെ അച്ഛ രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ.
മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാം സെ അച്ഛ രചിച്ചത്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. പസഫിക് സമുദ്രം ഒറ്റയ്ക്ക് തുഴഞ്ഞ് റെക്കോർഡ് നേടിയ വനിതയാര്? റോസ് സാവേജ്. പസഫിക് സമുദ്രം ഒറ്റയ്ക്ക് തുഴഞ്ഞ് റെക്കോർഡ് നേടിയ വനിത റോസ് സാവേജ്. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ടി പ്രകാശൻ. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശൻ. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏത്? ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് നിലവിൽ വന്നത്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത്. സർ സിഗ്മണ്ട് ഫ്രോയിഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനഃശാസ്ത്രം. സർ സിഗ്മണ്ട് ഫ്രോയിഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനഃശാസ്ത്രം. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൽബർട്ട് സാബിൻ. ആൽബർട്ട് സാബിനാണ് പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. 1919 ഇന്ത്യ ആക്ടിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനാണ് 1919 ഇന്ത്യ ആക്ടിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ. അടിമക്കച്ചവടം നിർത്തലാക്കിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? വില്യം ഗ്രെൻവില്ലെ. അടിമക്കച്ചവടം നിർത്തലാക്കിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം ഗ്രെൻവില്ലെ. ഏറ്റവും അധികം പ്രാദേശിക ഭാഷകളുള്ള കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. ഏറ്റവും അധികം പ്രാദേശിക ഭാഷകളുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എൻസെഫലിറ്റീസ് ബാധിക്കുന്നത്? മസ്തിഷ്കം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എൻസെഫലിറ്റീസ് ബാധിക്കുന്നത്? മസ്തിഷ്കം. മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രോട്ടോൺ. പ്രോട്ടോണിനെയാണ് മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ ഏതാണ്? അപ്സര. ഇന്ത്യയിലെ ആദ്യ ആറ്റോമിക് റിയാക്ടർ അപ്സര. അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനം എവിടെയാണ്? പെൻറ്റഗൺ. അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനം പെൻറ്റഗൺ. പ്രസിഡൻറ്റിൻ്റെ വെള്ളിമെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? നീലക്കുയിൽ. പ്രസിഡൻറ്റിൻ്റെ വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം നീലക്കുയിൽ. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? കിനാവും കണ്ണീരും. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് കിനാവും കണ്ണീരും. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നൽകിയ നേതാവ് ആരായിരുന്നു? ഭഗത് സിംഗ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നൽകിയ നേതാവ് ഭഗത് സിംഗ്. ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? 1952. 1952 ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂരറ്റ് സെഷനിൽ അധ്യക്ഷത വഹിച്ചത് ആര്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂരറ്റ് സെഷനിൽ അധ്യക്ഷത വഹിച്ചത് റാഷ് ബിഹാരി ബോസ്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓം. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഓം. വന്ദേ മാതരം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ആര്?
അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷാണ് വന്ദേ മാതരം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷെഹനായി. ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷെഹനായി. എല്ലാവർക്കും ഉപയോഗിക്കാനാവുന്ന കിണറുകൾ എന്നുള്ളത് ആരുടെ പ്രവർത്തന പരിപാടിയായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. എല്ലാവർക്കും ഉപയോഗിക്കാനാവുന്ന കിണറുകൾ എന്നുള്ളത് ആരുടെ പ്രവർത്തന പരിപാടിയായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. കത്തിയവാറിലെ സോമനാഥ് ക്ഷേത്രം ആക്രമിച്ചത് ആര്? മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയാണ് കത്തിയവാറിലെ സോമനാഥ് ക്ഷേത്രം ആക്രമിച്ചത്. ആരുടെ ഭരണകാലത്താണ് ആദ്യമായി ബുദ്ധമത സമ്മേളനം നടന്നത്? അജാതശത്രു. ആരുടെ ഭരണകാലത്താണ് ആദ്യമായി ബുദ്ധമതസമ്മേളനം നടന്നത്? അജാതശത്രു. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കെ.ടി. കോശി. കെ.ടി. കോശിയാണ് കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷു. ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ